ഓക്കെ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് CRPC അല്ലെങ്കിൽ ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. കമ്പാരിസൺ ഞാൻ നടത്തുന്നില്ല, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നോർമലി CRPCയിലെ പ്രൊവിഷൻസ് ആയിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. ഇതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് സെന്റൻസ് ഇസ് ആൻ അസിസ്റ്റന്റ് സെഷൻ ജഡ്ജ് ഓതറൈസ് ടു പാസ്. അതായത് CRPC അനുസരിച്ച് അസിസ്റ്റന്റ് സെഷൻ ജഡ്ജിന് പാസ്സാക്കാൻ പറ്റുന്ന സെന്റൻസ് എന്താണ്? സെന്റൻസ് ഓഫ് ഡെത്ത് ആണോ, സെന്റൻസ് ഓഫ് ഇംപ്രിസ്മെന്റ് ഫോർ ലൈഫ് ആണോ, നോട്ട് എക്സീഡിംഗ് 10 years ആണോ, അതോ എക്സീഡിംഗ് 10 years ആണോ എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ ഈ അസിസ്റ്റന്റ് സെഷൻസ് ജഡ്ജ് എന്ന് കണ്ട ഉടനെ തന്നെ നിങ്ങൾ ബെയർ ആക്ട് എടുക്കുന്നു. ഈ അസിസ്റ്റന്റ് സെഷൻസ് ജഡ്ജ് എവിടെ കിടക്കുന്നത് തപ്പും. അപ്പൊ എന്ത് ചെയ്യും? കണ്ടന്റ് പോർഷനിലേക്ക് എത്തും. ചാപ്റ്റർ 1 അസിസ്റ്റന്റ് സെഷൻസ് ജഡ്ജ് കിടപ്പില്ല. ചാപ്റ്റർ 2 എടുത്ത് നോക്കുമ്പോൾ സെക്ഷൻ 10 നോക്കിയപ്പോൾ സബോർഡിനേഷൻ ഓഫ് അസിസ്റ്റന്റ് സെഷൻസ് ജഡ്ജ് കിടക്കുന്നുണ്ട്. ഉടനെ എടുത്ത് മറിച്ച് സെക്ഷൻ 10 ചെല്ലും. സെക്ഷൻ 10 എടുത്ത് വായിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അവിടെ ഇതിനെ കുറിച്ച് ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല. അപ്പൊ എന്ത് ചെയ്യണം? ക്വസ്റ്റ്യൻ ശരിക്കും വായിക്കണം. ക്വസ്റ്റ്യനിൽ എന്താ ചോദിച്ചിരിക്കുന്നത്? സെന്റൻസസ് ആണ്, എന്തുമാത്രം ശിക്ഷയാണ് നൽകാൻ പറ്റുന്നതെന്നുള്ളതാണ്. അതെവിടെയാ കിടക്കുന്നത്? ചാപ്റ്റർ 3 പവർ ഓഫ് കോർട്സിലാണ്. സെക്ഷൻ 28-29 നോക്കുമ്പോൾ sentences which high court and sessions judges may pass, sentences which magistrate may pass. അപ്പൊ സെഷൻസ് ജഡ്ജിനും ഹൈക്കോർട്ടിനും അവിടെയും എന്ത് തന്നിട്ടില്ല? അസിസ്റ്റന്റ് സെഷൻസ് ജഡ്ജ് എന്ന് കണ്ടിട്ടില്ല. ഉടനെ അയ്യോ ഇത് ഇൻഡയറക്റ്റ് ആയിട്ട് വന്നതാണ്, ബെയർ ആക്റ്റിൽ ഇല്ലാത്തതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അത് ആ ക്വസ്റ്റ്യൻ അവിടെ വിടും. അറിയത്തില്ലെങ്കിൽ വിടും. ഡയറക്റ്റ് ആയിട്ട് അറിയാവുന്നവരാണെങ്കിൽ ഉത്തരം എഴുതും. പക്ഷെ ആക്ച്വലി ഇത് ബെയർ ആക്റ്റിൽ തന്നെ ഇതിന്റെ ഉത്തരമുണ്ട് എന്നുള്ളതാണ്. എവിടെയാണ്? സെക്ഷൻ 28 എടുത്ത് നോക്കുമ്പോൾ സെന്റൻസസ് വിച്ച് ഹൈക്കോർട്ട്സ് ആൻഡ് സെഷൻസ് ജഡ്ജ് മേ പാസ്, അതിൽ ക്ലോസ് 1 ക്ലോസ് 2 കഴിഞ്ഞ് ക്ലോസ് 3 നോക്കിക്കേ. ക്ലോസ് 3 എന്ത് എഴുതിയിരിക്കുന്നു? ആൻ അസിസ്റ്റന്റ് സെഷൻസ് ജഡ്ജ് മേ പാസ് എനി സെന്റൻസ് ഓതറൈസ്ഡ് ബൈ ലോ എക്സെപ്റ്റ് എ സെന്റൻസ് ഓഫ് ഡെത്ത് ഓർ ഇംപ്രിസ്മെന്റ് ഫോർ ലൈഫ് ഓർ ഇംപ്രിസ്മെന്റ് ഫോർ എ ടേം എക്സീഡിംഗ് 10 years. 10 വർഷത്തിന് മുകളിലുള്ള ഒരു ശിക്ഷയും അസിസ്റ്റന്റ് സെഷൻ ജഡ്ജിന് കൊടുക്കാൻ പറ്റത്തില്ലെന്ന് കൃത്യമായി സെക്ഷൻ 28 ക്ലോസ് 3 എഴുതിയിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ഉത്തരം എന്തായിരിക്കും? sentences of imprisonment for a term not exceeding 10 years. 10 വർഷത്തിൽ കൂടുതലുള്ള ഒരു ശിക്ഷയും ആർക്ക് കൊടുക്കാൻ പറ്റില്ല? അസിസ്റ്റന്റ് സെഷൻസ് ജഡ്ജിന് കൊടുക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പൊ ബെയർ ആക്ട് എടുത്തു വെച്ചിട്ട് ഈ പവേഴ്സ് ഓഫ് കോർട്സിൽ എന്താ പറയുന്നത് എന്നുള്ളതും, അതായത് CRPCന്റെ ബെയർ ആക്ടിൽ എന്തൊക്കെ എവിടെയൊക്കെ കിടക്കുന്നു എന്ന് ആദ്യം അറിഞ്ഞു വെക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് എഴുതാൻ പറ്റൂ. അപ്പൊ ഞാൻ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഇതിലുള്ള ഒരു 60% ക്വസ്റ്റ്യൻസും നമുക്ക് ബെയർ ആക്ട് ചെയ്യുന്നത് തന്നെ കിട്ടും. പക്ഷെ അത് നോക്കിയെടുക്കാൻ അറിയണം എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം. അപ്പൊ CRPCന്ന് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരാം. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 20, a person arrested by a private person for അപ്പൊ അറസ്റ്റ് ആണ്, അറസ്റ്റിനെ റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. പ്രൈവറ്റ് പേഴ്സൺ അറസ്റ്റ് ചെയ്യുന്നതിനെ സംബന്ധിച്ചതാണ്. ഫോർ കമ്മിറ്റിംഗ് എ നോൺ ബെയിലബിൾ, അതൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. ഷാൽ ബി റീ അറസ്റ്റഡ് ബൈ പോലീസ് ഓഫീസർ. അതായത് ഒരു പ്രൈവറ്റ് വ്യക്തി ഒരാളെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ പോലീസ് ഓഫീസേഴ്സ് അയാളെ വീണ്ടും റീ അറസ്റ്റ് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് പറയുന്നത് ഏത് പ്രൊവിഷൻ ആണ്? ഇത് നിങ്ങൾ കൂടുതൽ കൺഫ്യൂസ് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. കാര്യം ബെയർ ആക്ടിലെ സെക്ഷൻ 41, 41A, 42, 43 ഇതില് ഓരോ സെക്ഷൻസും എടുത്ത് നോക്കിയാൽ നമുക്ക് ഉത്തരം കിട്ടും. അല്ല, അപ്പൊ നിങ്ങൾ 43 എടുത്ത് നോക്കുമ്പോൾ അറസ്റ്റ് ബൈ എ പ്രൈവറ്റ് പേഴ്സൺ എന്ന് കാണും. ആ പ്രൊസീജിയർ ഓൺ സച്ച് അറസ്റ്റ് എന്നുള്ളതാണ് അതിനകത്ത് പറയുന്നത്. അപ്പൊ അതിനകത്ത് കൃത്യമായി പറയുന്നുണ്ട് ഈ പറഞ്ഞിട്ടുള്ള രീതിയിൽ ഇവർക്ക് അറസ്റ്റ് ചെയ്യാം എന്നുള്ളതാണ്. അത് റീ അറസ്റ്റ് ചെയ്യണം എന്ന പ്രൊവിഷൻസ് പ്രൈവറ്റ് പേഴ്സൺ അറസ്റ്റ് ചെയ്യുന്നതിനെ സംബന്ധിച്ചിട്ടുള്ള അതിന്റെ പ്രൊസീജിയറിനെ കുറിച്ചും പറഞ്ഞിട്ടുള്ളത് ഈ ഒരു ഏരിയയിലാണ്. സെക്ഷൻ 43 എടുത്തു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനകത്ത് വായിച്ച് മനസ്സിലാക്കാൻ പറ്റും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. അണ്ടർ വിച്ച് ഓഫ് ദ ഫോളോയിങ് സിറ്റുവേഷൻ വൈഫ് ഇസ് നോട്ട് എൻടൈറ്റിൽഡ് ഫോർ മെയിൻ്റനൻസ് അണ്ടർ സെക്ഷൻ 125 ഓഫ് ദ CRPC. ഇതും നമുക്ക് എന്ത് ചെയ്യാം? CRPCയിലെ സെക്ഷൻ 125 ഡയറക്റ്റ് ആയിട്ട് എടുത്തു നോക്കുക. അതിൽ വൈഫിന് മെയിൻ്റനൻസ് കിട്ടാത്ത സാഹചര്യം എന്താണ്? ഏതാണ്? വൈഫ് ഇസ് നോട്ട് എൻടൈറ്റിൽഡ് ഫോർ മെയിൻ്റനൻസ്. അപ്പൊ ഭർത്താവ് മെയിൻ്റനൻസ് കൊടുക്കണം എന്ന് പറയുന്നു. അപ്പൊ ഏത് സാഹചര്യത്തിലാണ് വൈഫിന് ആ മെയിൻ്റനൻസ് കിട്ടാത്തതെന്നാണ് ചോദ്യം. ഭർത്താവ് വേറൊരു സ്ത്രീയുമായി, അതായത് അഡൾട്ടറി
ഇത് ചെയ്ത് ജീവിക്കുവാണെങ്കിൽ സ്വാഭാവികമായിട്ടും വൈഫിന് മെയിൻ്റനൻസ് കിട്ടാനുള്ള അധികാരമുണ്ട്. വോളണ്ടറിലി വൈഫ് റെഫ്യൂസസ് ടു ലിവ് വിത്ത് ഹസ്ബൻഡ്. ഭർത്താവുമായിട്ട് ജീവിക്കാൻ ഈ ഭാര്യ സമ്മതിക്കുന്നില്ല, അല്ലെങ്കിൽ അവർ അതിൽ നിന്നും വോളണ്ടറിലി മാറിപ്പോവാണ്, സ്വമേധയാ ഭർത്താവുമായി ജീവിക്കാൻ, അല്ലാതെ മറ്റെന്തെങ്കിലും റീസൺസ് ഉള്ളത് കൊണ്ടല്ല. ഇപ്പൊ ക്രൂവൽറ്റി എന്ന് പറയുന്ന റീസൺ ഒന്നുണ്ടെന്നുണ്ടെങ്കിൽ ഭർത്താവിന്റെ കൂടെ ജീവിക്കാതിരിക്കാം, എങ്കിലും മെയിൻ്റനൻസ് കൊടുക്കണം. പക്ഷെ ഇത് മറ്റ് കാരണങ്ങളില്ലാതെ വോളണ്ടറിലി വൈഫ് ഹസ്ബൻഡുമായിട്ട് ജീവിക്കാൻ വിസമ്മതിക്കുന്നു. അപ്പൊ അങ്ങനത്തെ സാഹചര്യങ്ങളിൽ മെയിൻ്റനൻസ് കിട്ടില്ല. അപ്പം സെക്ഷൻ 125 എന്ന് പറഞ്ഞ പ്രൊവിഷൻ കൃത്യമായി വായിച്ച് മനസ്സിലാക്കിയിരിക്കണം. മിക്കപ്പോഴും എയ്ബിന് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് സെക്ഷൻ 125 എന്നുള്ളത്. അപ്പൊ അത് ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, അതിൽ നിന്നും വായിച്ച് മനസ്സിലാക്കുക എന്നുള്ളത് മാത്രമാണ് ഇതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 22, വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്രൊസീജിയർ ഇസ് ഡെൽറ്റ് അണ്ടർ സെക്ഷൻ 164A. ഈ ക്വസ്റ്റ്യൻ ഞാൻ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. സെക്ഷൻ തന്നിട്ടുണ്ടാവും, അതിൽ എന്താണ് പറയുന്നതെന്ന് ബെയർ ആക്ടിന്റെ ഇൻഡെക്സ് വെച്ച് നമുക്ക് നോക്കി പറയാൻ പറ്റും. മെഡിക്കൽ എക്സാമിനേഷൻ ഓഫ് വിക്ടിം ഓഫ് റേപ്പ്. അപ്പൊ ഇത് ഇത്രയും എയ്ബിലെ ക്വസ്റ്റ്യൻ, എയ്ബ് 18ലെ ക്വസ്റ്റ്യൻ ആണ്. എയ്ബ് 18ലെ തന്നെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. Which of the following is incorrect with respect to diary of proceedings in investigation as per the CRPC? നമുക്കറിയാം ഇൻവെസ്റ്റിഗേഷന്റെ സമയത്ത് ഒരു കേസ് ഡയറി എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്. ഈ ഡയറിയുമായി സംബന്ധിച്ച് താഴെ പറയുന്നതിൽ എന്താണ് തെറ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. The statement of witnesses recorded during investigation shall be inserted in the diary. ഡയറിക്കകത്താണ് സാക്ഷിമൊഴികളെല്ലാം റെക്കോർഡ് ചെയ്യപ്പെടേണ്ടത് ഇൻവെസ്റ്റിഗേഷന്റെ സമയത്തുള്ളത്. പിന്നെ the diary shall be duly paginated. കൃത്യമായിട്ട് പേജ് നമ്പർ ഇട്ടിട്ടിരിക്കണം എന്നുള്ളത് പറയുന്നുണ്ട്. ഡയറി മേ ബി യൂസ്ഡ് ആസ് എവിഡൻസ്. തെളിവായിട്ട് ഉപയോഗിക്കാൻ പറ്റുമോ? തെളിവായിട്ട് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതാണ് പറയുന്നത്. ക്യാൻ ബി യൂസ്ഡ് ബൈ പോലീസ് ഓഫീസർ ടു റിഫ്രഷ് മെമ്മറി. അപ്പം ഈ ഒരു ഏരിയ നമ്മൾ ജസ്റ്റ് ഒരു കോമൺ സെൻസ് ഉപയോഗിച്ചാൽ മനസ്സിലാവും. അതല്ല ഇനി അത് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ഇൻകറക്റ്റാ ചോദിച്ചിരിക്കുന്നത്. നമ്മൾ എന്ത് ചെയ്യണം? CRPC കേസ് ഡയറിയെ കുറിച്ച് പറയുന്നത് ഏത് ഏരിയയിലാണെന്ന് നോക്കൂ. എടുത്ത് നോക്കുമ്പോൾ സെക്ഷൻ 172 കൃത്യമായി പറയുന്നുണ്ട് ഡയറി ഓഫ് പ്രൊസീഡിങ്സ് ഇൻ ഇൻവെസ്റ്റിഗേഷൻ. അപ്പൊ ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്ന ഒരു പോലീസ് ഓഫീസർ അയാളുടെ ഡേ ടു ഡേ കാര്യങ്ങൾ ഒരു ഡയറിക്കകത്ത് എൻട്രി ചെയ്തിരിക്കണം എന്നുള്ളതാണ്. അതായത് ഇൻഫർമേഷൻ എന്ന് വന്നു, എങ്ങനെ ഇൻവെസ്റ്റിഗേഷൻ തുടങ്ങി, എങ്ങനെ അവസാനിപ്പിക്കുന്നു, ഏതൊക്കെ സ്ഥലത്ത് പോയി, എന്തൊക്കെ സ്റ്റേറ്റ്മെന്റ്സ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് കണ്ട. വിറ്റ്നസസിന്റെ സ്റ്റേറ്റ്മെന്റ് റെക്കോർഡ് ചെയ്യാം, സ്റ്റേറ്റ്മെന്റ് ഓഫ് വിറ്റ്നസസ് റെക്കോർഡഡ്. പിന്നെ അത് കൃത്യമായിട്ട് ഓരോ വോളിയംസ് ഉണ്ടാവണം, കൃത്യമായ പേജസ് ഉണ്ടാവണം. എനി ക്രിമിനൽ കോർട്ട് മേ സെൻഡ് ഫോർ ദ പോലീസ് ഡയറീസ് ഓഫ് എ കേസ് അണ്ടർ ഇൻക്വയറി ഓർ ട്രയൽ ഇൻ സച്ച് മേ യൂസ് സച്ച് ഡയറീസ് നോട്ട് ആസ് എവിഡൻസ് ഇൻ ദ കേസ്. കണ്ട, അതിനകത്ത് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് കേസ് ഡയറി എന്ന് പറയുന്നത് എവിഡൻസ് അല്ല, ആ കേസിൽ എവിഡൻസ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല. ബട്ട് ടു എയ്ഡ് ഇറ്റ് ഇൻ സച്ച് ഇൻക്വയറി ഓർ ട്രയൽ, ആ ഇൻക്വയറിക്കോ ട്രയലിനോ ഹെൽപ്പ് ചെയ്യാൻ. പിന്നെ മാത്രമല്ല ഈ പറയുന്ന പോലീസ് ഓഫീസർ, അതായത് നമുക്കറിയാം ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ നടത്തി കുറെ നാളുകൾക്ക് ശേഷമാണ് നമുക്ക് എന്ത് വരുന്നത്, ഈ പറയുന്ന ട്രയലൊക്കെ വരുന്നത് അല്ലെ. അപ്പൊ പോലീസ് ഓഫീസർ ഒത്തിരി കേസുകളൊക്കെ അന്വേഷിക്കുന്നത് കാരണം അവർക്ക് ആ മെമ്മറിയിൽ കാര്യങ്ങൾ ഉണ്ടാവണമെന്നില്ല. അപ്പം ആ മെമ്മറി റിഫ്രഷ് ചെയ്യാനായിട്ട് ഇത് ഉപയോഗിക്കാം. ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ ക്യാൻ ബി യൂസ് ബൈ പോലീസ് ഓഫീസേഴ്സ് ടു റിഫ്രഷ് മെമ്മറി എന്നുള്ളത് എല്ലാവരും അങ്ങനെയൊക്കെ ഉണ്ടോ എന്നുള്ളത് ചിന്തിക്കും. ട്രയലിന്റെ സമയത്ത് പോലീസ് ഓഫീസേഴ്സിന്റെ മെമ്മറി റിഫ്രഷ് ചെയ്യാൻ കേസ് ഡയറി ഉപയോഗിക്കാം. പക്ഷേ കേസ് ഡയറി കനോട്ട് ബി യൂസ്ഡ് ആസ് എ എവിഡൻസ്, ഒരു എവിഡൻസ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല. അടുത്ത സെക്ഷൻ ക്വസ്റ്റ്യൻ നമ്പർ 24, ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് കേസസ് manner of committing offense is not required to be mentioned in the charge as per the CRPC. അപ്പൊ ദി ചാർജ് എന്ന് പറയുന്ന ഏരിയയിൽ നിന്നും ചാർജ് എങ്ങനെയാണ് ഫ്രെയിം ചെയ്യുന്നത്, ജോയിന്റർ ഓഫ് ചാർജസ്. അപ്പൊ അതിൽ കൃത്യമായി പറയുന്നുണ്ട്. അപ്പൊ ഇവിടെ ക്വസ്റ്റ്യൻ ചാർജിനെ കുറിച്ച് ആയതുകൊണ്ട് തന്നെ ബെയർ ആക്ട് എടുത്ത് നോക്കുക എന്നുള്ളതാണ്. അതിലപ്പോ ഓപ്ഷൻസ് നോക്കിക്കേ. എ ഈസ് അക്യൂസ്ഡ് ഓഫ് ദ തെഫ്റ്റ് ഓഫ് സർട്ടൺ ആർട്ടിക്കിൾ അറ്റ് എ സർട്ടൺ ടൈം ആൻഡ് പ്ലേസ്. അപ്പൊ ഇതിൽ എങ്ങനെയാണ് അയാൾ ഒഫൻസ് കമ്മിറ്റ് ചെയ്തത് എന്ന് പറയണോ വേണ്ടയോ? ഇനി ചീറ്റിംഗ് ആണ് ചെയ്തത് ഒരു സ്ഥലത്ത് ഒരു സമയത്ത്, അപ്പൊ ഒഫൻസ് എങ്ങനെയാണ് കമ്മിറ്റ് ചെയ്തതെന്ന് പറയണോ വേണ്ടയോ? ഇനി എന്താണ്, ഏതെങ്കിലും നിയമപ്രകാരമുള്ള ഡയറക്ഷൻ ഡിസൊബൈ ചെയ്യുന്നു, അങ്ങനെ
ബിക്ക് പണിഷ്മെന്റ് കിട്ടേണ്ടതിൽ നിന്നും അയാളെ സേവ് ചെയ്യുന്നു. അതിലും ഒഫൻസ് എങ്ങനെയാണ് കമ്മിറ്റ് ചെയ്യുന്നത് എന്ന് പറയണോ വേണ്ടയോ? A is accused of giving false evidence at given time and false evidence നൽകി ഒരു സ്ഥലത്ത് ഒരു സമയത്ത് വെച്ചിട്ട്. അതിലും അയാൾ എങ്ങനെ false evidence നൽകി എന്ന് പറയണോ വേണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ഇതിപ്പം ചാർജ് എന്ന് പറയുന്ന ഏരിയ, CRPC-യിൽ ചാർജ് എന്ന് പറയുന്ന ഏരിയ കൃത്യമായി വായിച്ചിട്ടുള്ളവർക്ക് മാത്രമേ എഴുതാൻ പറ്റുള്ളൂ. ഇനി ചാർജ് എന്ന് പറയുന്ന ഏരിയ ആണ് നോക്കേണ്ടത്. അപ്പൊ അതിന് എന്തറിയണം? CRPC-യിൽ ചാർജ് എന്ന് പറയുന്നിട്ടൊരു ഏരിയ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനകത്ത് കൃത്യമായി നിങ്ങൾ ബെയർ ആക്ട് എടുത്ത് നോക്കി ചാർജിന്റെ ഏരിയ വരുമ്പോൾ സെക്ഷൻ 213 എടുത്ത് നോക്കുമ്പോൾ വെൻ മാനർ ഓഫ് കമ്മിറ്റിംഗ് ഒഫൻസ് മസ്റ്റ് ബി സ്റ്റേറ്റഡ്, ചാർജിൽ എപ്പോഴാണ് എന്ത് ചെയ്ത കുറ്റകൃത്യം എങ്ങനെയാണ് എന്ന് സ്റ്റേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അതിനകത്ത് പറയുന്നുണ്ട്. അതില് നിങ്ങൾ എടുത്ത് ആ ഇലുസ്ട്രേഷൻ നോക്കിക്കേ. A is accused of theft of a certain article at certain time and place. തെഫ്റ്റ് ആണ് നടത്തിയത് ഇന്ന സമയത്ത് ഇന്ന സ്ഥലത്ത് വെച്ചിട്ട്. The charge need not set out the manner in which the theft was effected. എങ്ങനെ മോഷ്ടിച്ചു എന്നുള്ളത് എന്തിൽ ചെയ്യണ്ട, ചാർജിൽ പറയണ്ട. മറിച്ച് എവിടെ വെച്ച് ഏത് സമയത്ത് മോഷ്ടിച്ചു എന്നുള്ളത് മാത്രം പറഞ്ഞാൽ മതി. ഇനി ചീറ്റിംഗ് ആണ് ചെയ്തത്, പക്ഷെ ആ ഇലുസ്ട്രേഷൻ കൃത്യമായിട്ട് പറയുന്നുണ്ട് ദ ചാർജ് മസ്റ്റ് സെറ്റ് ഔട്ട് ദ മാനർ ഇൻ വിച്ച് എ ചീറ്റഡ് ബി. നമ്മൾ ആ കണ്ട എല്ലാ ക്വസ്റ്റ്യൻസിലും മീൻസ് ഇലുസ്ട്രേഷൻ ക്വസ്റ്റ്യനിൽ വന്നിട്ടുള്ള ഏതാണ് ഓപ്ഷൻസ് എല്ലാം ഇവിടെ തന്നെ കിടപ്പുണ്ട്. അപ്പൊ എന്തറിയണം? ആ ക്വസ്റ്റ്യൻ ചാർജ് ഫ്രെയിം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടതാണെന്ന് അറിയണം. ചാർജിന്റെ ഏരിയ ബെയർ ആക്ടിൽ പോയി നോക്കിയെടുക്കാൻ അറിയണം. അതിന്റെ ഇലുസ്ട്രേഷൻ നോക്കി എഴുതാൻ അറിയണം. അപ്പൊ നോക്കൂ, CRPC-ന്ന് ഇപ്പൊ വന്ന ഒരു ക്വസ്റ്റ്യൻ പോലും ബെയർ ആക്ടിന്റെ പുറത്തുള്ളതല്ല, എല്ലാം ബെയർ ആക്ടിനകത്തുള്ളതാണ്. ഒറ്റ പ്രശ്നമേ ഉള്ളൂ, എന്താണ്? വൃത്തിക്ക് ബെയർ ആക്ട് നോക്കാൻ അറിയണം. ഓക്കെ, ഇനി അടുത്തത് ഞാൻ ഈ ഒരു ക്വസ്റ്റ്യൻ പർപ്പസ്ഫുള്ളി എടുത്തതാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഒഫൻസസ് മേ ബി ട്രയഡ് സമ്മർലി ആസ് പെർ ദ CRPC അനുസരിച്ച് സമ്മറി ട്രയൽ നടത്താൻ പറ്റുന്ന ഒഫൻസ്. ഇപ്പൊ സമ്മറി ട്രയലിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ സമ്മറി ട്രയലിൽ നമ്മൾ CRPC-യിലും ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിതയിലും അത്യാവശ്യം വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ഉത്തരം കഴിഞ്ഞ വർഷം ചോദിച്ചപ്പോൾ ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത് ഒഫൻസ് പണിഷബിൾ വിത്ത് ഇംപ്രിസ്മെന്റ് ഫോർ എ ടേം നോട്ട് എക്സീഡിംഗ് 2 years എന്നുള്ളത് തന്നെയാണ്. അത് നേരെ നിങ്ങൾ ബെയർ ആക്ട് എടുക്കുക, സമ്മറി ട്രയൽ എന്ന് പറയുന്ന പോർഷൻ എടുക്കുക. കണ്ടോ, സമ്മറി ട്രയൽ, പവർ ടു സമ്മറി ട്രയൽ. അതായത് നമ്മൾ വലിച്ചു വാരി ട്രയൽ നടത്തേണ്ട കാര്യമില്ല, നമുക്ക് വളരെ ചുരുക്കി ട്രയൽ നടത്താം. അതിൽ ആർക്കൊക്കെ ട്രയൽ നടത്താൻ പറ്റുന്നുണ്ട്? ചീഫ് ജുഡി. കണ്ട, നോട്ട് വിസ്റ്റാൻഡിങ് എനിത്തിങ് കണ്ടെയ്ൻഡ് ഇൻ ദിസ് കോഡ്. ഈ കോഡിൽ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അതൊക്കെ വിട്ടേര്. എന്താണ്? ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിനും മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റിനും മജിസ്ട്രേറ്റ് ഓഫ് ഫസ്റ്റ് ക്ലാസ് സ്പെഷ്യലി എംപവേർഡ് ഇൻ ദിസ് ബിഹാഫ് ഓഫ് ദ ഹൈക്കോർട്ട്, ഇവർക്ക് സമ്മറി ട്രയൽ നടത്താം. ഏതൊക്കെ കേസുകളിൽ, ഏതൊക്കെ ഒഫൻസസിൽ? Offenses not punishable with death, imprisonment for life or imprisonment for a term exceeding 2 years. Theft under section 379. ഇതൊക്കെയാണ് അതിനകത്ത് പറയുന്നത്. പക്ഷേ നമ്മള് ഇതില് എന്താണ് ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിതയിലോട്ട് വരുന്ന സമയത്ത് ഇതിനകത്ത് കൃത്യമായിട്ട് ഇവിടെ പറയുന്നുണ്ട് summary trial, the magistrate may, after giving the accused a reasonable opportunity of being heard for the reasons to be recorded in writing, try in summary way all or any of the offenses not punishable with death or imprisonment for life or imprisonment for a term exceeding 3 years. കണ്ട, ഇവിടെ കൃത്യമായിട്ട് 2 years-നെ കുറിച്ച് പറയുന്നുണ്ട്. പക്ഷെ അത് IPC-യിലെ പ്രൊവിഷൻ ആണ്. ഇതിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് പറഞ്ഞു? 2 years എന്നുള്ളത് 3 years ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പൊ സമ്മറി ട്രയലിൽ ചേഞ്ചസ് വന്നിട്ടുണ്ട്. അതിനെക്കുറിച്ച് അതുകൊണ്ട് തന്നെ ഈ സെയിം ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇപ്പൊ ക്വസ്റ്റ്യൻ പേപ്പർ മാത്രം പഠിച്ചുകൊണ്ട് പോയിട്ട്, ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ട് തന്നായിരുന്നല്ലോ ഗ്രൂപ്പിൽ. അപ്പം ആ ക്വസ്റ്റ്യൻ പേപ്പർ മാത്രം പഠിച്ചുകൊണ്ട് സമ്മറി ട്രയൽ 2 years ഓർത്തോണം. ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിതയാണെന്നുണ്ടെങ്കിൽ 3 years ആക്കിയിട്ടുണ്ട് സമ്മറി ട്രയൽ എന്നുള്ളത് ഓർത്തിരുന്നു. അപ്പൊ സമ്മറി ട്രയൽ രണ്ടും തമ്മിൽ കമ്പയർ ചെയ്ത് പഠിക്കണം. CRPC-യിൽ എന്ത് പറയുന്നു, ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിതയിൽ എന്ത് പറയുന്നു എന്നുള്ളത് കമ്പയർ ചെയ്ത് പഠിച്ചിരിക്കണം എന്നുള്ളതാണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which of
the following section of the CRPC provides for reference to High Court? Direct question ആണ്. ഏത് സെക്ഷൻ ആണെന്ന് എടുത്തു നോക്കിയാൽ മതി. 275 325 ഇൻഡെക്സ് തന്നെ എടുത്തിട്ട് നോക്കാം. അപ്പൊ നിങ്ങൾക്ക് 395 റെഫറൻസിനെ കുറിച്ച് പറയുന്നത് എന്നുള്ളത് മനസ്സിലാവും. ഇനി AIB 17 കുറച്ചുകൂടി ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത്. അപ്പൊ അത് പ്ലീ ബാർഗെയിനിങ് റിലേറ്റഡ് ആയിട്ടുള്ളത് ഏത് പ്രൊവിഷൻ, അപ്പം പ്ലീ ബാർഗെയിനിങ്ങും സ്ഥിരമായി ചോദിച്ചു വരുന്നതാണ്. അതിൽ പ്ലീ ബാർഗെയിനിങ് പറ്റാത്തത് ഏത് ഒഫൻസ്, അപ്പൊ 14 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് നേരെ കമ്മിറ്റ് ചെയ്തിട്ടുള്ള ഒഫൻസസിൽ നമുക്ക് പ്ലീ ബാർഗെയിനിങ് പറ്റില്ല. അത് ഡയറക്റ്റ് ഇതാണ്, നേരെ ചെന്ന് പ്ലീ ബാർഗെയിനിങ് വേർ ആക്ടിന്റെ ഇൻഡെക്സിൽ നോക്കുക, അതെടുത്ത് വായിച്ചു നോക്കുമ്പോൾ തന്നെ നമുക്ക് അതിന് ഉത്തരം കിട്ടും. പിന്നെ ഹൂ ഹാസ് ദ പവർ ഓഫ് സമ്മറി ട്രയൽ ഓഫ് കേസ്, ആർക്കാണ് സമ്മറി ട്രയൽ ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത്. നമ്മളത് ഓൾ ഓഫ് ദീസ് എന്നുള്ളത് നേരത്തെ വായിച്ചതല്ലേ. മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റ് ഓഫ് ഫസ്റ്റ് ക്ലാസ് സ്പെഷ്യലി എംപവർഡ്, ഇവിടെ കണ്ടതാ. നോക്കൂ, Chief Judicial Magistrate, a Metropolitan Magistrate, a Magistrate of the first class specifically empowered in this behalf of the court. അപ്പോൾ സമ്മറി ട്രയൽ എന്നുള്ളത് എപ്പോഴും ചോദ്യം വരുന്ന ഒരു ഏരിയ ആണ്. കൃത്യമായി അതിന്റെ വ്യത്യാസം മനസ്സിലാക്കുക. പ്ലീ ബാർഗെയിനിങ്ങിന്റെയും വ്യത്യാസം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെന്താന്നുള്ളത് നോക്കുക. അപ്പൊ രണ്ട് ഭാഗത്തെ ഈ കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന ഏരിയാസിലെ രണ്ട് ഭാഗവും നോക്കുക എന്നുള്ളതാണ്. ഇനി ഇതൊരു ജനറൽ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് പറയാം. അതായത് നമ്മൾ ഒരു ഇൻഫർമേഷൻ സ്റ്റേഷൻ ഹൗസ് ഓഫീസറിന് കൊടുത്തു, പോലീസ് സ്റ്റേഷൻ കൊടുത്തു, പക്ഷെ അയാൾ FIR രജിസ്റ്റർ ചെയ്തില്ല. അങ്ങനെ രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ എന്തൊക്കെ ഓപ്ഷൻസ് ആണ് ഉള്ളത് എന്നുള്ളത്. അപ്പൊ നോർമലി എല്ലാവരും പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ, SP ക്ക് പരാതി കൊടുക്കാം, SP യെ സമീപിക്കാം. അപ്പൊ ഇതിനകത്ത് വേറെ ഓപ്ഷനും കൂടെ കൊടുത്തിട്ടുണ്ട്, അപ്രോച്ച് മജിസ്ട്രേറ്റ് ബൈ ഫയലിംഗ് പ്രൈവറ്റ് കംപ്ലൈന്റ്. പറ്റുമോ എന്നുള്ളതാണ്. പറ്റും. ഓക്കെ, ബോത്ത് അപ്രോച്ച് സൂപ്രണ്ടന്റ് ഓഫ് പോലീസ് ആൻഡ് അപ്രോച്ച് മജിസ്ട്രേറ്റ് ബൈ ഫയലിംഗ് പ്രൈവറ്റ് കംപ്ലൈന്റ്. അപ്പൊ കോടതിയെ സമീപിക്കാനുള്ള ഇതും ഉണ്ട് എന്നുള്ളത് ഓർത്തിരുന്നോണം. SP മാത്രമല്ല, നമുക്ക് ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ CRPC യെ സംബന്ധിച്ചിടത്തോളം ബെയർ ആക്ടിൽ നിന്ന് അല്ലാതെ ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത് വളരെ ചുരുക്കമാണ്. സോ ബെയർ ആക്ട് ആദ്യം മുതൽ അവസാനം വരെ ഏതൊക്കെ ഏരിയാസിൽ പറയുന്നുണ്ട് എന്നുള്ളത് കൃത്യമായി നോക്കുക. അപ്പൊ CRPC പഠിക്കുന്ന സമയത്ത് ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ നോക്കേണ്ട ഏരിയാസ് ക്രിമിനൽ കോഡ്സിന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ, അതായത് ഓരോരുത്തർക്കും എന്തൊക്കെ പവേഴ്സ് ഉണ്ട്, എങ്ങനെയാണ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്നുള്ളത്. കാരണം ഇപ്പൊ സബ് കോർട്ടൊക്കെ എടുത്ത് കളഞ്ഞിട്ടുണ്ട് നമ്മുടെ ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത അനുസരിച്ചിട്ടൊക്കെ. അപ്പൊ അതിനെ കുറിച്ചൊക്കെ ഒന്ന് ഓർക്കണം. നമ്മൾ സാധാരണ അസിസ്റ്റന്റ് സെഷൻസ് ജഡ്ജി തന്നെയാണല്ലോ എന്താണ് സബ് കോർട്ട് ഉണ്ട്. ഈ അസിസ്റ്റന്റ് സെഷൻസ് ജഡ്ജ് എന്നുള്ള ഇത് എടുത്ത് മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അതെങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് അതൊക്കെ നോക്കിക്കോണം. പിന്നെ പവർ ഓഫ് കോർട്സ്, അറസ്റ്റ് ഓഫ് പേഴ്സൺസിനെ കുറിച്ചുള്ളത്, പിന്നെ ഓർഡർ ഓഫ് മെയിൻ്റനൻസ് ഓഫ് വൈഫ്. നമ്മൾ അറസ്റ്റ് ഓഫ് പേഴ്സൺസിൽ പ്രൈവറ്റ് പേഴ്സണിന്റെ ആയിരിക്കും മിക്കപ്പോഴും കൂടുതലായിട്ട് ചോദ്യം വരുന്നത്. പിന്നെ 125 വരുന്ന മെയിൻ്റനൻസ്, അത് കമ്പയർ ചെയ്ത് പഠിക്കണം. ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിതയിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ FIR റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, ഇൻവെസ്റ്റിഗേഷൻ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, മജിസ്ട്രേറ്റിന് കംപ്ലൈന്റ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട്, എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ്സിന്റെ പവേഴ്സ്, പിന്നെ സെക്യൂരിറ്റി ഫോർ കീപ്പിംഗ് ഗുഡ് ബിഹേവിയർ എന്നൊക്കെയുള്ള ബോൺസ് ഒക്കെ ഇത് ചെയ്യുന്ന ആ ഒരു ഏരിയ, അത് ഡയറക്റ്റ് ആയിട്ട് ചോദ്യം വരുന്നതാണ്. നമുക്ക് ക്വസ്റ്റ്യൻ ആ ഒരു ഏരിയ ഒന്ന് മനസ്സിലാക്കിയിരിക്കുക, അവിടെ എന്തൊക്കെയാ പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത്. ചാർജിനെ കുറിച്ച് തറവായി പഠിക്കുക. സമ്മറി ട്രയൽ എന്ന് എഴുതിയാൽ തെറ്റുണ്ട് കേട്ടോ, ട്രയൽ തിരിച്ച് സ്പെല്ലിങ് തെറ്റാണ്. ഓക്കെ, സമ്മറി ട്രയലിനെ കുറിച്ച് പറയാ, പ്ലീ ബാർഗെയിനിങ്ങിനെ കുറിച്ച് അറിയാം, അപ്പീൽ റെഫറൻസ് റിവിഷൻ. ഇത്രയും കാര്യം ഒന്ന് പരീക്ഷയ്ക്ക് പോണതിന് മുമ്പ് ഒന്ന് മനസ്സിലാക്കി നോക്കി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് CRPCയിലെ ക്വസ്റ്റ്യൻസ് ഈസി ആയിട്ട് കവർ ചെയ്ത് പോകാൻ പറ്റും. മുഴുവൻ മാർക്കും കിട്ടുന്നതാണ് കേട്ടോ. ഓക്കെ, താങ്ക് യു. ഇന്ന് ഇത്രയും മതി.